എൻ്റെ പേര് പള്ളിയാൻ. ഞാൻ നേരത്തെ ഒരു കാള കൂട്ടിയാണ് നിർമ്മിച്ചിരുന്നത് പാടത്ത്. അന്നത്തെ കാലത്തൊക്കെ ഈ പാളത്തൊപ്പി എന്ന് പറയുന്ന സാധനം എന്നാന്നറിയില്ല ആർക്കും. അത് അടയ്ക്കാമരത്തിൻ്റെ പാള എടുത്തുകൊണ്ടുവന്ന് അതൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ പടം പൊളിച്ചിട്ട് ഞെട്ടുള്ള തൊപ്പിയായിട്ട് കെട്ടും. അത് പടം പൊളിച്ച് കഴിഞ്ഞാൽ ചീട്ടിൽ കൊണ്ടുവന്ന് കുത്തി ഒരു 3 മടക്കം 4 മടക്കൊക്കെ ഉള്ളൂ ഉള്ളിൽ. അതായത് തല കണക്കായിരിക്കണം. അപ്പോൾ ഇതിനൊക്കെ രോഗത്തിനൊക്കെ കാളകൂട്ട് ഒരു 3 മടക്ക് ശരാശരി വരും. ആ ഞെട്ട തൊപ്പൻ ആ തൊപ്പി തലയിൽ വെച്ച് കഴിഞ്ഞാൽ തല നനയില്ല, ശകലം തണുപ്പടിക്കില്ല. പിന്നെ ചെവി മുടന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. അത് ചെവി മൂടി നിൽക്കും. എന്നാ കാറ്റ് വന്നാലും മഴ വന്നാലും ശകലം കുളിര് എന്ന് പറയുന്ന സാധനം മനുഷ്യനുണ്ടാവില്ല. അപ്പോൾ ഉച്ച വരെ ഒരു വിധം കടമാസത്തിൽ മഴ നനഞ്ഞ് കാള കൂട്ടിക്കൊണ്ട് നടന്നു കഴിഞ്ഞാലും ശരി ശകലം തണുപ്പെന്ന് പറഞ്ഞ സാധനം ശരീരത്തിന് അടിക്കില്ല. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പാളത്തൊപ്പി എന്ന് പറയുന്ന സാധനം എന്നാണെന്ന് ഒരു പിള്ളേർക്കും അറിയാൻ പാടില്ല. അപ്പോൾ ആ പിള്ളേർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ തൊപ്പി ഞെട്ട് കെട്ടാൻ ചെവിമൂടാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അത് ഞാനിപ്പോഴും തൊപ്പി ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ ഇത് കെട്ടിയെടുത്ത് ആവശ്യക്കാരുണ്ടെങ്കിൽ കെട്ടിക്കൊടുക്കണമെന്നുണ്ട്. കഴിഞ്ഞാൽ തന്നെ ഒരു 3-4 ഞെട്ടക്കെട്ടാൻ ഞാൻ കെട്ടിക്കൊടുത്തു. ആളാ പടം പൊളിച്ച് തയ്ച്ച് തീപ്പുമലിട്ട് തയ്ക്കാം, വീട്ടിൽ കൊണ്ട് കുത്തി ഉണ്ടാക്കാം, 2 രീതിയിലുണ്ടാക്കാം. ചെവിമുടനായിരുന്നാലും അതിൻ്റെ ഉള്ളിൽ ഒരു കഷ്ണം പാള വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പൈസ ഇടാം. അന്നത്തെ കാലത്ത് മുറുക്ക എന്ന് പറയുന്നത് വലിയൊരു പൊതിയുള്ള കാലമാണല്ലോ. അപ്പോൾ ആ മുറുക്കാനൊക്കെ മഴ നനയാണ്ട് വേറെ പ്രത്യേകം പൊതിയൊന്നും കെട്ടണ്ട. ഈ തൊപ്പിക്കകത്ത് പോകുമ്പോൾ എല്ലാ സാധനവും മഴ നനയുകയില്ല, സാധനം നഷ്ടപ്പെട്ടു പോകുകയില്ല. ആദ്യമേ പാള എടുത്തുകൊണ്ട് വരിക. പാള എടുത്തുകൊണ്ടുവന്ന് എല്ലാ പാളയും കൊള്ളില്ല തൊപ്പിക്ക്. നല്ല പശമയുള്ള പാള വേണം. ആ പശമയുള്ള പാള കൊണ്ടുവന്നിട്ട് നല്ല വഴക്കം കിട്ടണം. വഴക്കം കിട്ടണ പാള കൊണ്ടുവന്ന് അതൊക്കെ ഒന്നുകൂടി ഉണങ്ങിയിട്ട് വെള്ളത്തിലേക്ക് ഇടും. വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് കുതിർന്ന് കഴിയുമ്പോഴാണ് തൊപ്പി കെട്ടാൻ തുടങ്ങുന്നത്. അതിൻ്റെ പടം നെറ്റേക്കട്ടന് അതിന് പടം ആദ്യം ഞാൻ പൊളിക്കും. പടം പൊളിച്ച് കഴിഞ്ഞിട്ട് തെങ്ങിൻ്റെ 2-3 ഈർക്കളി എടുത്തുകൊണ്ട് വരും. അത് പതുക്കെ ചീകി ചെത്തി കൂർമ്പിച്ച് വെച്ചിട്ട് ഒരു തേക്കൊള്ളി കൊണ്ടുവന്ന് ആ തേക്കൊള്ളിയിൽ അതിൻ്റെ മുന ഈർച്ചയുടെ മുന കുത്തി പതുക്കെ ചൂടാക്കും. ചൂടാക്കി വെച്ച പാള കുത്തി തൊപ്പിയാക്കി മറത്ത് തലയിൽ വെച്ച് നോക്കിയിട്ട് അവരവരുടെ തലയ്ക്ക് പാകമായ രീതിയിൽ കെട്ടിയിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് തേത്തൊപ്പി ഉണ്ടാക്കുന്നത്. ഞാനൊക്കെ കിഴക്കൻ പണിക്കൊക്കെ നടന്ന കാലത്ത് ഇഷ്ടംപോലെ പാളത്തൊപ്പി ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ കാള കൂട്ടാൻ പോയി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു 8-10 തൊപ്പിയില്ലാത്ത വീടുകളൊന്നുമില്ല. അപ്പോൾ ഒരു പണിക്കാരന് ഓരോ തൊപ്പിയാണ്. അത് വൈകുന്നേരം ആകുമ്പോൾ പണി നടത്തി വന്നു കഴിയുമ്പോൾ തൊപ്പി വയ്ക്കാൻ പ്രത്യേക ഒരു സ്ഥലം കാണും. അവിടെ കൊണ്ടുപോയി കമച്ച് വെച്ചേക്കും. പിറ്റേ ദിവസം പണിയാൻ പോകുമ്പോൾ ഈ തൊപ്പി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ശകലം തണുപ്പുമില്ല, കുളിരെന്ന് പറഞ്ഞ സാധനം ശകലം ഒരിക്കലില്ല ചെവിമുടം തൊപ്പി വെച്ച് കഴിഞ്ഞാൽ. അത് പാള എടുത്തുകൊണ്ടില്ല. നല്ല പാള എടുത്തുകൊണ്ട് വന്നിട്ട് പാള നല്ല വഴങ്ങണ പാളയാണെങ്കിൽ എടുത്ത് വെള്ളത്തിൽ വയ്ക്കും. വെള്ളത്തിൽ വെച്ച് കഴിയുമ്പോൾ പാള കുതിരും. പാള കുതിർന്ന് കഴിയുമ്പോൾ എടുത്തുകൊണ്ട് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് എൻ്റെ പടം പൊളിച്ച് കളയും. പടം പൊളിച്ച് കളഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഇത് മടക്കും, നടുവെ മടക്കും. മടക്കി കഴിയുമ്പോൾ ഒന്നുകിൽ നൂലിട്ട് തയ്ക്കാം. നൂലിട്ട് തയ്ക്കണതാണ് ഏറ്റവും നല്ലത്. ആ നൂലിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് ആ പാളം മടക്കും. മടക്കി കഴിയുമ്പോൾ 4 തിര വരും. ആ 4 തിര വന്നു കഴിയുമ്പോൾ എന്നുവെച്ച് അത് തലയിൽ വെച്ച് നോക്കും.
തലയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തലയുടെ ഭാഗത്തിന് ഞെടുപ്പുണ്ടാക്കും. ഞെടുപ്പുണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മുഴുപ്പ് കുറഞ്ഞ രീതിയിൽ ഞെടുപ്പുണ്ടാക്കിയിട്ട് അത് ഒന്നുകിൽ പനവിറകയോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ വള്ളിയോ അങ്ങനെ എന്തെങ്കിലും വള്ളി കൊണ്ട് പാർന്ന് ചേർത്ത് കെട്ടി മെടഞ്ഞ് എടുത്ത് പിരിച്ചത് എന്നിട്ട് ഞെട്ട് വരിഞ്ഞ് മുറുക്കി കഴിഞ്ഞിട്ട് തലയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. തലമുടി ഒഴിഞ്ഞു പോവുകയോ ആവിക്കുകയോ ഒന്നുമില്ല. നല്ല സുഖമാണ് മഴയത്ത് തൊപ്പി എന്ന് പറയുന്നത്.